ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്ക്, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഷെയർ ചെയ്യണം ആവശ്യക്കാർക്കൊക്കെ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇട്ട് വയ്ക്കണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് 3 ഓഫ് സോഡ്സ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. 3 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു തേർഡ് പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യം തന്നെയാണ്. അതായത് ഈ 2 പേരുടെ നടുക്കാണ് ഈ വ്യക്തി നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ 2 പേര്, അതായത് നിങ്ങളും അനദർ പാർട്ടി, തേർഡ് പാർട്ടി, ഈ 2 പേരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇയാൾ വളരെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. മാനസിക സംഘർഷങ്ങൾ നമുക്ക് ഇന്നലെയും കിട്ടിയിട്ടുണ്ടത്. നമ്മൾക്ക് ഇന്നലെ കിട്ടിയിരിക്കുന്നത് വേറെ ഡെക്കാണിത്. ആ ഡെക്കിൽ നിന്ന് എടുത്ത കാർഡ്സാണ്. അതേ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു വലിയ ഭാരമായിട്ട് ഈ വ്യക്തി അനുഭവിക്കുന്നു എന്നാണ്. നിങ്ങൾ 2 പേരുടെയും ഇടയിൽ കിടന്ന് ഈ വ്യക്തി വളരെയധികം മാനസിക വേദന അനുഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. എന്നുവെച്ചാൽ മാനസിക വേദന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ബന്ധം, നമ്മളുടെ നിലവിലൊരു ബന്ധമുണ്ട്. അതിപ്പോൾ സിംഗിളായിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഇനിയിപ്പം അതർ റിലേഷൻഷിപ്സ് എന്തെങ്കിലും ആയിരിക്കാം, എക്സ്ട്രാ മാരിറ്റിലായിരിക്കാം, എന്തും ആവട്ടെ. ഏത് ബന്ധമാണെങ്കിലും നമ്മൾ നല്ല സ്മൂത്തായി പോകുന്ന ഒരു ബന്ധത്തിൻ്റെ കൂടെ അതർ ഒരു റിലേഷൻ വന്നു കഴിയുമ്പോൾ നമ്മളിതിനെ മാനേജ് ചെയ്യാൻ ഒട്ടൊന്ന് പരിഭ്രമിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. അതിവിടെ ഈ വ്യക്തി നല്ല രീതിയിൽ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഉറക്കമില്ലാതെ വന്നിരിക്കുന്നതെന്നാണ്. ആൾക്ക് തീരെ ഉറക്കമില്ലാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് വളരെയധികം നീറുകയാണ്, വേദനിക്കുകയാണ്. കാരണം ജീവിതത്തിൽ വന്നു ചേർന്ന ഒരു, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വന്നു ചേർന്നതായിരിക്കാം. ബന്ധം എങ്ങനെയോ വന്നതോ ആവട്ടെ, ബന്ധം ഉണ്ടെങ്കിൽ, അതായത് ഒരു തേർഡ് പാർട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന വില വളരെ വലുതാണ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ നിന്ന് പലപ്പോഴും എസ്കേപ്പ് ചെയ്തു പോയിരിക്കുന്നു ഈ വ്യക്തി എന്നാണ്. എസ്കേപ്പ് ചെയ്തു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷപ്പെട്ടു പോവുക. നിങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി തരാതിരിക്കുക, നിങ്ങളുമായിട്ട് യാതൊരു ടച്ചുമില്ല, അതല്ലാതെ നിങ്ങളോട് തൊട്ടില്ല എന്ന രീതിയിലാണ്. മെസ്സേജിന് ഒരു പിശുക്ക് കാണിക്കുക, വിളിക്കാൻ കോളിന് പിശുക്ക് കാണിക്കുക, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ, ബ്രേക്കപ്പ്, അതുപോലെ ലെസ് കോണ്ടാക്റ്റ്, ഇതുപോലെയുള്ള പല 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 കാര്യങ്ങൾ. പിന്നെ തീരെ വിളിക്കാതിരിക്കുക, അതായത് എസ്കേപ്പ് ചെയ്തു പോവുക, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ആ രീതിയിലായിരുന്നു നിങ്ങളുമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗോസിപ്പിനെ ഭയമാണ് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളോട് നുണകൾ പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിന്നോട് സംസാരിക്കാത്തത് കേട്ടോ എന്നൊക്കെയുള്ള രീതിയിലും നിങ്ങളെ, അത് സിംഗിൾസിനെ അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റലിനെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നു. കെമിസ്ട്രി വന്നിട്ടുണ്ട്. ഹൗ നെവർ ഫെൽറ്റ് എ പാഷൻ ദ ഇൻറ്റൻസ്, എനിക്ക് ഒരിക്കലും നിന്നോട് ഉള്ളതൊരു പാഷനായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്ന് പറയുന്നു. അത് പാഷനായിരുന്നില്ല എന്ന് എടുത്തെടുത്ത് പറയുകയാണ്. അത് പാഷനായിരുന്നില്ല എനിക്ക് ഒരിക്കലും. എന്നാൽ എനിക്ക് ഒരിക്കലും നിന്നെ കെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കുറച്ച് കൂടുതൽ നിങ്ങളെ ഒന്ന് പുകഴ്ത്തുക, ഇതൊന്നും എനിക്കൊരിക്കലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡിൻറ്റ് കെയർ, എനിക്കൊരിക്കലും നിന്നെ കെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് കെയർ ചെയ്യുക? ഞാൻ ഈ ഒരു അവസ്ഥയിലിരിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ചെയ്യുക? അപ്പം നിങ്ങളോട് മാത്രമൊന്നും ആയിരിക്കണമില്ല ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ തേർഡ് പാർട്ടിയോടും ആ രീതിയിൽ തന്നെ പോയിട്ടുണ്ടാവണം എന്ന് കാണിക്കുന്നു. ഇൻഡെസിസീവ്, ഐ നോ മൈ ഇൻഎബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹർട്ട്സ് യു. നിന്നെ പലപ്പോഴും ഞാൻ ഹർട്ട്സ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു നല്ല തീരുമാനമെടുത്ത് നിന്നെ അതിൽ നിന്ന് മാറ്റി നിനക്ക് നല്ലൊരു സ്നേഹം തരണം, അല്ലെങ്കിൽ നിനക്ക് നല്ല ഒരു രീതിയിലുള്ള ആ ഒരു കാര്യങ്ങൾ തരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്കത് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇതേമാതിരിയുള്ള ദുശകുനങ്ങൾ വന്നു ചേർന്ന് കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പലപ്പോഴും ഇതുള്ള ദുശകുനങ്ങൾ വരുമെന്ന് പറയുന്നുണ്ട്. ഡേ ഡ്രീമിങ് കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയ കുറേ ഇത് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. ആബ്സെൻസ് പറയുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നീ ഇല്ലാതെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണത ഇല്ല എന്നാണ്.
എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് ഞാൻ പോകണമെങ്കിൽ നീ കൂടെ വേണം. എന്നാൽ എനിക്ക് നിന്നോട് ചില സമയങ്ങളിൽ സംസാരിക്കാനോ ഇതിനൊന്നും കഴിയാറില്ല. ഞാനതോർത്ത് വല്ലാതെ വീങ്ങിപ്പൊട്ടുകയാണ്, വേദനിക്കുകയാണ്. നീ അത് മനസ്സിലാക്കുന്നില്ല, കാരണം നിനക്കതറിയില്ല. നിൻ്റെ വിചാരം എനിക്ക് നിന്നോടുള്ള എന്തോ വിരോധം കൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ ചെയ്യുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നിൻ്റെ വാല്യൂസ് ഞാൻ നല്ലപോലെ മനസ്സിലാക്കുന്നു. വി ഹാവ് ടു മെനി ഡിഫറൻസസ്. ഞാൻ എന്താണോ അതിനേക്കാൾ എത്രയോ വ്യത്യാസമാണ് നീ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ക്വാളിറ്റി ഞാൻ തിരിച്ചറിയുന്നു എന്ന് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് ഞാൻ ഇതെല്ലാമാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയി എന്ന് നീ ധരിക്കരുത് എന്നുകൂടി നിങ്ങളോട് പിന്നെ ആൾ പറയുന്നുണ്ട്. കാരണം ഞാൻ ഈ ബിസിനസ് ഇവിടെ വെച്ച് തീർത്തിട്ടില്ല. ഇത് അൺഫിനിഷ്ഡ് ബിസിനസ്സാണ്. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. നമ്മൾക്ക് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് ഈ വ്യക്തി വളരെ വ്യക്തമായിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരിക്കലും പിന്നെ നിന്നെ മറന്ന് ജീവിച്ചിട്ടില്ല എന്നാണ്. ജീവിതത്തിൽ തേർഡ് പാർട്ടി വന്നു പോയി, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ എപ്പോൾ വന്ന ബന്ധം എന്നല്ല. എനിക്ക് അങ്ങനെ വന്ന ഒരു ബന്ധത്തിൽ പെട്ട് ഉഴലുന്ന ഒരു വ്യക്തിയുടെ ചില എനർജി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹാങ് മാൻ വന്നിട്ടുണ്ട്. ഇവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വ്യക്തി പിന്നെ ഇത് ചെയ്യുന്നു, എന്താ മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ, ആ രീതിയിലുള്ള ചില കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോളിനെ സമാധാനമായിട്ട് വയ്ക്കുന്നു. സോളിന് ഫ്രീ ആയിട്ട് വിടുകയാണിപ്പോൾ. എല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കുന്നു. ഞാൻ വളരെയധികം ചിന്തിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന പാളിച്ചകളെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നു. ഞാൻ അത് ഈശ്വരനെ വിട്ടുകൊടുക്കുന്നു. സോൾ സെർച്ചിങ് കാണുന്നുണ്ട്. ദ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. സോൾ സെർച്ചിങ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന ചില വിഷമങ്ങൾ അത് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാൻ പോകുന്നു, അല്ലെ കടന്നിരിക്കുന്നു. ഞാൻ ആര് എന്ന വ്യക്തമായ ധാരണ എനിക്കിവിടെ വന്നിരിക്കുന്നു. എൻ്റെ ഈ ജീവിതത്തിലെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന്, ലക്ഷ്യം എന്താണ്, എൻ്റെ ഗോൾ എന്താണ്, ഇതൊക്കെ ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം മൈൻഡ്യൂട്ടീവ് പവർ വളർത്തിയിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്നാണ്. ഇവിടെ എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് നേടണം എന്നാണ്. എന്താണ് ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത്? വളരെ ഭയങ്കരമായ മാനിഫെസ്റ്റേഷനാണ് നടക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പുറമേ ആൾ വേറെ ഒരു ലക്ഷ്യം കൂടി വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് ആ വേറെ ലക്ഷ്യം? ആ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സോൾ സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വേണ്ട, അതായത് ഞാനൊരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എൻ്റെ കുറച്ച് ഭൗതികമായ ജോലികൾ തീർത്ത് പോവുക മാത്രമല്ല ചെയ്യേണ്ടത്. എൻ്റെ ഗോൾ എന്ന് പറയുന്നത് എൻ്റെ സോളിൻ്റെ പ്യൂരിഫിക്കേഷനാണ് എന്ന് വ്യക്തി മനസ്സിലാക്കുന്നു. എനിക്ക് ഈശ്വരനെ വേണം. ഇവിടെ കപ്പാണ് കാണിക്കുന്നത്, സ്നേഹമാണ്, വളരെ ഫീലിംഗ് ആണ്. അതുപോലെ നിങ്ങളെയും അതേമാതിരി സ്നേഹിക്കുന്നു എന്നാണ്. നിങ്ങളോടുള്ള ആ സ്നേഹം ഇത്രയും മഹത്തരമാണ്. നിങ്ങളെ വിട്ടുകളയാൻ ഒരു കാരണവശാലും ഈ വ്യക്തി തീരുമാനിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ആ ലക്ഷ്യം കൂടി പൂർത്തിയാക്കുക എന്നുള്ള ആ ഒരു ഉദ്യമത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളോടുള്ള ആ സ്നേഹത്തിന് പുറമേ സ്നേഹം അതുപോലെ നിൽക്കുന്നു. നിങ്ങളെയും അതുപോലെ സ്നേഹിക്കുന്ന അതേ വാല്യൂസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതോടൊപ്പം ആളിൻ്റെ ആ ഒരു കൃത്യനിഷ്ഠത കൂടി ഇവിടെ കാണിക്കുന്നു. എൻ്റെ സോളിൻ്റെ ലക്ഷ്യമെന്താണോ അത് നിറവേറ്റപ്പെടാൻ കൂടി ഞാൻ ട്രൈ ചെയ്യുന്നു. മനസ്സിലായല്ലോ ഞാൻ പറയുന്നത്? അതാണ് ഈ വ്യക്തി ഇവിടെ ചെയ്യുന്നത്. വളരെ നല്ല ആശയമാണത്. ഇതാണ് ശരിക്കും ഒരു ജീവിതത്തിൽ നമുക്ക് ഫാൾട്ട് വരും. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യനില്ല എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി വന്നു, അത് വലിയ ഒരു ആനക്കാര്യം എന്ന് വിചാരിക്കരുത്. ആ തേർഡ് പാർട്ടിയിലൂടെ പുതിയ ലെസൺസ് പഠിക്കുന്നു. ഇവിടെ ഈ വ്യക്തി ലെസൺസ് പഠിക്കുകയാണ്. ലെസൺസാണ് ഇവിടെ പഠിക്കുന്നത്. ഈ വ്യക്തി ഇത് പഠിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് എന്ന് പറയണത് ഇന്നതാണ്, ഞാൻ എന്തിനു ജനിച്ചു, ഇത് മനസ്സിലാക്കുകയാണ്. അടുത്തത് വരെ നോക്കിയാൽ ടെമ്പറൻസ് കണ്ടില്ലേ? ഇവിടെ ആ ബാലൻസിൽ നിൽക്കുന്നു. ആ ഇൻഡ്യൂട്ടീവ് പവറിൽ നിന്നുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു ഈ വ്യക്തി എന്നാണ്.
വളരെ മനോഹരമായ കാർഡ്, അതായത് പിന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് നമുക്കിന്നിവിടെ കിട്ടുന്നത്. അതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നു. അഹോരാത്രം കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഭൗതിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിൻ്റെ കെട്ടുപാടുകളിൽ പെട്ടുഴലുമ്പോഴും അവിടെയും വളരെ കഠിനാധ്വാനിയാണ് ആ വ്യക്തി. എന്നാൽ അതുപോലെ തന്നെ അത് സ്പിരിച്വൽ ലൈഫിലേക്കും അതേപോലെ തന്നെ കഷ്ടപ്പെടുന്നു എന്നാണ്. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു എന്നാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ ഭാഗവത സപ്താഹം കേൾക്കലോ അല്ലെങ്കിൽ അങ്ങനെ പോയി അമ്പലത്തിലിരിക്കലോ അല്ലെ പള്ളിയിൽ പോയി ഇരിക്കലോ, പള്ളിയിലുള്ള നമുക്കറിയാം നിങ്ങളുടെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, അത് ചെയ്യുക എന്നതാണ്. എങ്കിൽ അതല്ല ലക്ഷ്യം. സോൾ സെർച്ചിങ് എന്ന് പറയുന്നത് നമുക്കിതല്ല. അതൊക്കെ നമ്മളുടെ ആ ഒരു പിന്നെ എന്താ പറയുക മീഡിയമാണ്. നമ്മളുടെ ഒരു ഭക്തിയെ, നമ്മളുടെ ആ ഒരു പോസിറ്റീവ് എനർജിയെ വളർത്തിയെടുക്കുവാനുള്ള ആ ഒരു മേഖലയാണത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ. അത് നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു പിന്നെ ഭയങ്കരമായിട്ടുള്ള സന്തോഷം തരുന്ന ഇടങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അതിന് പകരം നമ്മൾ നമ്മുടെ സോൾ സെർച്ചിങ് ചെയ്തുകൊണ്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് കിടക്കുക. അതാണ് ഇവിടുത്തെ അധ്വാനം എന്ന് പറയുന്നത്. ഈ അധ്വാനം അവിടെയാണ്. ഇവിടെ പിന്നെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു കാർഡുണ്ട്. ഇതിൽ ചാരിറ്റി വർക്ക്സ് ചെയ്യുന്നു, അല്ലെ അതേമാതിരി ആളുകളുമായിട്ട് പിന്നെ എന്താണ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊടുക്കുന്നു. ഇത് നിങ്ങളോടുമുണ്ട്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോട് കൂടി നിങ്ങളെ സ്നേഹിക്കുന്നു, അതോടൊപ്പം തന്നെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്നുകൂടി കാണിക്കുന്നു ഈ വ്യക്തി. വളരെ മനോഹരമായ കാർഡ്സാണ് കേട്ടോ. പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, ഈസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ പ്രോസ്പെരിറ്റിയും ഈ വ്യക്തിയിലേക്ക് ഇങ്ങനെ ഒഴുകുകയാണെന്നാണ് കാണിക്കുന്നത്. ഈ വ്യക്തിയുടെ ലക്ഷ്യബോധത്തിനാണ് ഈ പിന്നെ ഈശ്വരൻ കൊടുക്കുന്ന ഗിഫ്റ്റാണത്. അയാൾക്ക് പിന്നെ നമുക്ക് ചാരിറ്റബിൾ പിന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, നമുക്ക് പിന്നെ സഹായിക്കുവാനുള്ള ഹെൽപ്പിംഗ് മൈൻഡ്, ഇതെല്ലാം ഈ വ്യക്തിക്ക് ഇവിടെ കിട്ടുന്നു. ഈ കിട്ടുന്നത് ഇദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യബോധത്തിനുള്ള ഗിഫ്റ്റാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള നിങ്ങളുടെ ലൈഫ്, അതായത് 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുമായിട്ടുള്ള ആ ഒരു ജീവിതമാണ് ഈ വ്യക്തി സ്വപ്നം കാണുന്നത്. തേർഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ പിന്നെ വളരെയധികം പിന്നെ ടൈം ഒന്നുമില്ല. അതൊക്കെ ഒരു ചെറിയ ഇടവേള, ഒരു പീരിയഡ് ആയിരിക്കാം. അത് ഞാൻ പറഞ്ഞു നേരത്തെ ലെസൺസ് പഠിക്കാനുള്ള ആ ഒരു പിന്നെ നമുക്ക് ഓരോ ടൂൾസാണ് അതൊക്കെ. ആ ടൂൾസിൻ്റെ ആ ഒരു ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെടുത്ത് മാറ്റി വയ്ക്കും, അല്ലേ എന്ന പോലെ. അതിനുശേഷം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ വ്യക്തി വളരെയധികം പിന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. അത് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു, നിങ്ങൾക്ക് അത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് ഈ 10 ഓഫ് കപ്സിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. പ്രോസ്പെരിറ്റി ആണെങ്കിലും അബൻഡൻസ് ആണെങ്കിലും ശരി, ഫുൾ ഓഫ് നിങ്ങളുടെ ലവ് ആണെങ്കിലും ആ പ്രണയ ജീവിതത്തിൻ്റെ മനോഹാരിതമായ നിമിഷങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഗൈഡൻസ് തന്നിരിക്കുന്നത് സണ്ണാണ്. വളരെ നല്ലൊരു കാർഡാണ് സൺ. ദ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളുടെയും കാർഡാണ്. എല്ലാ സ്നേഹത്തിൻ്റെയും ഫാമിലിയുടെയും കുടുംബത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഉറവിടം എന്ന് പറയുന്ന ഒരു കാർഡാണ് സൺ എന്ന് പറയുന്നത്. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ മനോഹരം ആക്കുവാൻ വേണ്ടി ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് പിന്നെ ഇടപെടൽ നടത്തുന്നു എന്നാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ വന്നിരിക്കുന്ന ഇന്നത്തെ മെസ്സേജസ് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾക്ക് ഇന്നലത്തെ ബാലൻസാണ് എനിക്ക് കുറച്ച് കാർഡ്സ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഈശ്വര ഇന്നലത്തെ തന്നെയാണോ ഇന്നും വരുന്നതെന്ന് ഞാൻ കരുതി. കാരണം എനിക്ക് ഇന്നലെ ഇടുന്ന കാർഡ്സിൻ്റെ ബാക്കി എനിക്കിവിടെ എനർജി പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് കിട്ടുമ്പോൾ നമുക്കതറിയാം. എങ്കിലും ശരി, അത് കഴിഞ്ഞിട്ട് കിട്ടിയ ഓരോ കാർഡ്സും പിന്നെ നമ്മളുടെ സ്പിരിച്വൽ ആ അവേക്കനിങ്ങിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ ആ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി വളരെ നല്ലൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് ഈ കാർഡ്സിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് പോലെ എടുക്കണം, കാരണം ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാൻ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.